ചരിത്രപ്രസിദ്ധമായ ആറാട്ടുപുഴ പൂരം ഇന്ന്. ദേവസംഗമത്തിൽ പങ്കെടുക്കുന്നത് 24 ദേവീദേവന്മാർ. ആറാട്ടുപുഴ പൂരത്തിന് നെടുനായകത്വം വഹിക്കാൻ തൃപ്രയാർ തേവർ ഇന്ന് വൈകിട്ട് പുഴ കടക്കും. കരുവന്നൂർ കള്ളപ്പണ ഇടപാട് കേസിൽ ഇഡി ചോദ്യം ചെയ്തത് 1 മണിക്കൂർ മാത്രമെന്ന് കെ രാധാകൃഷ്ണൻ എം.പി. സിപിഎം ജില്ലാ കമ്മിറ്റിക്ക് കേസിൽ യാതൊരു പങ്കുമില്ലെന്ന് ഇഡിക്ക് ബോധ്യപ്പെട്ടതായും എം.പി. വാടാനപ്പള്ളി ഉപ്പ് പടന്ന പ്രദേശവാസികൾ ദേശീയപാത നിർമ്മാണ കമ്പനിയുടെ പ്ലാന്റ് ഉപരോധിച്ചു. സർവീസ് റോഡ് നിർമ്മിക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു ഉപരോധം. കാളത്തോട് നടു റോഡിൽ കുടുങ്ങിയ പൂച്ചയെ രക്ഷിക്കാനിറങ്ങിയ ബൈക്ക് യാത്രികൻ ലോറി ഇടിച്ചു മരിച്ചു. അപകടത്തിന്റെ സിസിടിവി ദൃശ്യങ്ങൾ ടിസിവിക്ക് ലഭിച്ചു. തൊമ്മനം പാടത്ത് ചോളം കയറ്റി വന്ന ലോറി നിയന്ത്രണം വിട്ടുമറിഞ്ഞു. വാർത്തകൾ വിശദമായി. ചരിത്ര പ്രസിദ്ധമായ ആറാട്ടുപുഴ പൂരം ഇന്ന്. ദേവസംഗമത്തിൽ പങ്കെടുക്കുന്നത് 24 ദേവീദേവന്മാർ. ആറാട്ടുപുഴ പൂരത്തിന് നെടുനായകത്വം വഹിക്കാൻ തൃപ്രയാർ തേവർ ഇന്ന് വൈകിട്ട് പുഴ കടക്കും. ആനച്ചന്തവും പൂരപ്പെരുമയും മേളപ്പെരുക്കവുമായി ബുധനാഴ്ച ആറാട്ടുപുഴ ഉത്സവലഹരിയിലാകും. 33 കോടി ദേവഗണങ്ങൾ എത്തുമെന്ന് വിശ്വസിക്കുന്ന ദേവസംഗമത്തിനായി കാത്തിരിക്കുകയാണ് ഏവരും. തൊട്ടിപ്പാൾ പകൽപൂരം കഴിഞ്ഞ് ആറാട്ടുപുഴ ശാസ്താവ് 4 മണിയോടെ ആറാട്ടുപുഴ ക്ഷേത്രത്തിൽ തിരിച്ചെത്തും. തുടർന്നുള്ള നിത്യപൂജകൾക്ക് ശേഷം വൈകിട്ട് 6:30 15 ആനകളുടെ അകമ്പടിയോടെ പടിഞ്ഞാറ് നടയിൽ ശാസ്താവിന്റെ പൂരം ആരംഭിക്കും. കൊമ്പൻ പാമ്പാടി രാജൻ തിടമ്പേറ്റും. 250-ൽ പരം വാദ്യകലാകാരന്മാർ അണിനിരക്കുന്ന പഞ്ചാരിമേളത്തിന് പെരുവനം സതീശന്മാരാർ പ്രാമാണികത്വം വഹിക്കും. 1443 ആറാട്ടുപുഴ പൂരത്തിന്റെ വേദി അരങ്ങുണർന്നു കഴിഞ്ഞു. ഏപ്രിൽ 9 വൈകുന്നേരം 6:30 അഭിധേയനായ ആറാട്ടുപുഴ ശാസ്താവിന്റെ എഴുന്നള്ളിപ്പോടെയാണ് ഈ പൂരത്തിന് ആരംഭം കുറിക്കുക. 15 ആനകൾ, 10:40 വരെ പഞ്ചാരിമേളം. അത് കഴിഞ്ഞാൽ പങ്കാളി ക്ഷേത്രങ്ങളായിട്ടുള്ള ചാത്തക്കുടം, തൊട്ടിപ്പാള്, എടക്കുന്നി, അന്തിക്കാട്, ചൂരക്കോട്, കാവ്, കടുപ്പശ്ശേരി, പിഷാരിക്കല്, അതേപോലെയുള്ള ക്ഷേത്രങ്ങളുടെ പൂരങ്ങൾ ഇവിടെ ആരംഭിക്കും. കയറ്റവും ഇറക്കവും പടിഞ്ഞാറ് എന്നുള്ള വരവായിട്ട് ഈ പൂരപ്പാടത്ത് മേളങ്ങൾ ധാരാളമായിട്ട് ആസ്വദിക്കാനായിട്ട് സാധിക്കും. പഞ്ചാരിമേളം കൊട്ടിക്കലാശിച്ചാൽ തൃപ്രയാർ തേവർ കൈതവളപ്പിൽ എത്തിയിട്ടുണ്ടോ എന്ന് ആരായുന്ന ചടങ്ങിനായി 7 ആനകളുടെ അകമ്പടിയോടെ 7 കണ്ടം വരെ പോകും. മടക്കയാത്രയിൽ ശാസ്താവ് നിലപാട് തറയിൽ ഏവർക്കും ആതിഥ്യമരുളി നിലപാട് നിൽക്കും. ചാത്തക്കുടം ശാസ്താവിന്റെ പൂരത്തിന് ശേഷം എടക്കുന്നി ഭഗവതിയുടെ സാന്നിധ്യത്തിൽ ചാത്തക്കുടം ശാസ്താവിന് നിലപാട് നിൽക്കാനേൽപ്പിച്ച് ആറാട്ടുപുഴ ശാസ്താവ് ക്ഷേത്രത്തിലേക്ക് തന്നെ മടങ്ങും. തേവർ കൈതവളപ്പിലെത്തുന്നതുവരെ വിവിധ പൂരങ്ങൾ അരങ്ങേറും. രാത്രി 11 മണിയോടെ പഞ്ചാരിമേളത്തിന്റെ അകമ്പടിയോടെ തൊട്ടിപ്പാൾ ഭഗവതിയോടൊപ്പം ചാത്തക്കുടം ശാസ്താവിന്റെ എഴുന്നള്ളിപ്പാണ് ആദ്യം. തുടർന്ന് നെട്ടിശ്ശേരി ശാസ്താവിന്റെ പൂരവും എടക്കുന്നി ഭഗവതിയുടെ എഴുന്നള്ളിപ്പും നടക്കും. അന്തിക്കാട്, ചൂരക്കോട് ഭഗവതിമാരുടെ പൂരങ്ങളും പൂനിലാർക്കാവ്, കടുപ്പശ്ശേരി, പിഷാരിക്കൽ ഭഗവതിമാരുടെ എഴുന്നള്ളത്തും നടക്കും. തുടർന്ന് തൃപ്രയാർ തേവരുടെ പൂരം കൈതവളപ്പിൽ എത്തും. പല്ലിശ്ശേരി സെന്റർ മുതൽ പൂരപ്പാടം വരെ 5 ആനകളും അവിടെ നിന്ന് കൈതവളപ്പ് വരെ 11 ആനകളും അകമ്പടിയാകും. ആദ്യം പഞ്ചവാദ്യവും തുടർന്ന് 21 ആനകൾ അണിനിരക്കുന്ന പാണ്ടിമേളവും നടക്കും. പാണ്ടിമേളം അവസാനിക്കുന്നതോടെ തേവരുടെ ഇടത്തുഭാഗത്ത് ചാത്തക്കുടം ശാസ്താവിനോടൊപ്പം പൂരകത്തമ്മയും വലതുഭാഗത്ത് ചേർപ്പ് ഭഗവതിയുമായി 70ഓളം ആനകൾ അണിനിരക്കുന്ന കൂട്ടിയെഴുന്നള്ളിപ്പ് നടക്കും. ഈ പൂരത്തിന്റെ ആഭിധായകൻ ആറാട്ടുപുഴ ശാസ്താവാണ്. നെടുനായകത്വം തൃപ്രയാർ തേവർക്കാണ്. ആ തൃപ്രയാർ തേവര് പല്ലിശ്ശേരി സെന്ററിൽ ഏകദേശം 1 മണിയോടുകൂടി എത്തും. അവിടെ നിന്നിട്ട് പഞ്ചവാദ്യം, പാടത്ത് വരെ പഞ്ചവാദ്യം 11 ആനകളോടെ സമാപിക്കും. അവിടുന്ന് 21 ആനകളോടുള്ള പാണ്ടിമേളമാണ്. പാണ്ടിമേളം പന്തലിൽ അവസാനിച്ചു കഴിഞ്ഞാൽ ഈ പൂരത്തിൻ്റെ പ്രധാന ആകർഷണമായിട്ടുള്ള കൂട്ടിയെഴുന്നള്ളിപ്പ് ആരംഭിക്കും. കൂട്ടിയെഴുന്നള്ളിപ്പിൽ തേവരുടെ വലതുഭാഗത്ത് ഭൂമിദേവി സങ്കല്പമുള്ള ചേർപ്പ് ഭഗവതിയും ഇടതുഭാഗത്ത് ചാത്തക്കുടം ശാസ്താവിനോടൊപ്പം ഊരകത്തമ്മ തിരുവടിയും കൂടിയിട്ടുള്ള കൂട്ടിയെഴുന്നള്ളിപ്പ് വൈകുണ്ഠ സമ്മാനമായിട്ടുള്ള എഴുന്നള്ളിപ്പായിട്ട് കണക്കാക്കും. കൂട്ടിയെഴുന്നള്ളിപ്പ് അവസാനിച്ച് മന്ദാരംകടവിലെ ആറാട്ടിന് ശേഷം ഉപചാരം ചൊല്ലിപ്പിരിയുന്നതോടെ ആറാട്ടുപുഴ പൂരത്തിന് സമാപനമാകും. ഭൂമിയിലെ ഏറ്റവും വലിയ ദേവമേള എന്നറിയപ്പെടുന്ന ആറാട്ടുപുഴ പൂരത്തിനായി കാത്തിരിക്കുകയാണ് പൂരപ്രേമികളും ആനപ്രേമികളും ഭക്തരും. ഇനി ആറാട്ടുപുഴ ക്ഷേത്രവും പൂരപ്പാടവുമെല്ലാം പൂരലഹരിയിലേക്ക്. ക്യാമറമാൻ കൃഷ്ണകുമാർ കെ മലയിലിനൊപ്പം ശ്രീകേഷ് വെള്ളാനിക്കര, ടി.സി.വി ന്യൂസ്. തൃപ്രയാർ തേവർ മുരിയാംകുളം ശാസ്താ ക്ഷേത്രത്തിലെത്തി മത്സ്യബന്ധനാനുമതി നൽകുന്ന ചടങ്ങ് ഭക്തിസാന്ദ്രമായി.
വടക്കുമുറി കുട്ടംകുളത്തിൽ ആറാട്ടും ശാസ്താക്ഷേത്രത്തിൽ ഇറക്കിപ്പൂജയും കഴിഞ്ഞ് ക്ഷേത്രത്തിൽ തിരിച്ചെഴുന്നള്ളി. തേവർക്ക് പുത്തൻകുളത്തിൽ ആറാട്ടും നടന്നു. തരണനല്ലൂർ മനയിലെത്തിയ തേവർക്ക് പഞ്ചവാദ്യം, പാണ്ടിമേളം എന്നിവയുടെ അകമ്പടിയോടെ 3 ആനകളുമായി സ്വീകരണം നൽകി. പറയെടുപ്പിന് ശേഷം മനയിൽ ഇറക്കിപ്പൂജ, കേളി, കൊമ്പ്, പറ്റ്, കുഴൽപ്പറ്റ് എന്നിവയും ചെമ്പിലാറാട്ടും നടന്നു. പുലർച്ചെ തേവർ തിരിച്ചെഴുന്നള്ളി. തേവരുടെ തിരിച്ചെഴുന്നള്ളിപ്പ് കിഴക്കുമുറി ആവണങ്ങാട്ട് ക്ഷേത്രത്തിലെത്തുമ്പോൾ നടത്താറുള്ള പൂക്കുല മണിയേറ് ഇന്ന് പുലർച്ചെ നടന്നു. ചാഴൂർ ക്ഷേത്രത്തിലും അതിനുശേഷം ആവണങ്ങാട്ട് പണിക്കരുടെ പറയെടുപ്പും നടത്തി. ഈ സമയമാണ് പൂക്കുലമണിയേറ് നടത്തിയത്. തുടർന്നായിരുന്നു മുരിയാംകുളം ശാസ്താക്ഷേത്രത്തിൽ മത്സ്യബന്ധനാനുമതി നൽകൽ ചടങ്ങ് നടത്തിയത്. തേവരുടെ കോലമേന്തിയ ആന തുമ്പിക്കൈ വെള്ളത്തിലിട്ടും പൊക്കിയുമാണ് അനുമതി നൽകിയത്. ആറാട്ടുപുഴ പൂരത്തോടനുബന്ധിച്ച് മുരിയംകുളങ്ങര ക്ഷേത്രത്തിൽ ചടങ്ങുകൾക്കായി എത്തിയ തൃപ്രയാർ തേവരോടൊപ്പം വന്ന ഭക്തർക്ക് കഞ്ഞിയും പുഴുക്കും വിതരണം ചെയ്ത് ഒരു കൂട്ടം യുവാക്കൾ. പ്ലാവില കൊണ്ട് കുമ്പിൾ കുത്തിയും പാള കൊണ്ട് നിർമ്മിച്ച പാത്രത്തിലുമാണ് കഞ്ഞി വിതരണം ചെയ്തത്. പ്രവീൺ കുമാർ, MV സുനിൽ, സുമേഷ് മുല്ലക്കര, മണിക്കുട്ടൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. കരുവന്നൂർ സഹകരണ ബാങ്കിൽ CPM ജില്ലാ കമ്മിറ്റിക്ക് അക്കൌണ്ടില്ലെന്ന് EDക്ക് ബോധ്യപ്പെട്ടതായി കെ രാധാകൃഷ്ണൻ MP. തൃശൂരിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. CPM ജില്ലാ കമ്മിറ്റി കരുവന്നൂരിൽ ഇടപെട്ടതിനെക്കുറിച്ചും കരുവന്നൂർ ബാങ്കിൽ ജില്ലാ കമ്മിറ്റി അക്കൌണ്ട് തുടങ്ങിയത് എന്തിനാണെന്നും ED ചോദിച്ചു. എന്നാൽ അക്കൌണ്ടില്ലെന്ന് താൻ പറഞ്ഞതായും ആവർത്തിച്ച് ചോദിച്ചപ്പോൾ ഉദ്യോഗസ്ഥരോട് പരിശോധിക്കാൻ പറഞ്ഞതായും കെ രാധാകൃഷ്ണൻ പറഞ്ഞു. അക്കൌണ്ട് ഉണ്ടെന്ന് പറഞ്ഞുള്ള മൊഴിയിൽ താൻ ഒപ്പിടില്ലെന്നും പറഞ്ഞിരുന്നു. അക്കൌണ്ട് ഇല്ലെന്ന് ഉദ്യോഗസ്ഥരും വെളിപ്പെടുത്തി. ചോദിച്ച ചോദ്യങ്ങൾക്കെല്ലാം കൃത്യമായ മറുപടി നൽകിയതായും സ്വത്ത് വിവരങ്ങൾ, അക്കൌണ്ട് വിശദാംശങ്ങൾ എന്നിവയെല്ലാം നേരത്തെ കൈമാറിയതായും MP പറഞ്ഞു. സ്വത്തുക്കൾ സംബന്ധിച്ച ചോദ്യങ്ങൾ ഉണ്ടായില്ല. CPM ജില്ലാ കമ്മിറ്റിക്ക് കേസിൽ യാതൊരു പങ്കുമില്ലെന്ന് EDക്ക് ബോധ്യപ്പെട്ടു. പാർട്ടി തീരുമാനങ്ങൾ EDയോട് വിശദീകരിച്ചതായും രാധാകൃഷ്ണൻ പറഞ്ഞു. തന്റെ മൊഴിയെടുത്തത് 1 മണിക്കൂർ മാത്രമാണെന്ന് പറഞ്ഞ MP ബാക്കി സമയം ഓഫീസിലിരുന്നതായും വ്യക്തമാക്കി. വാടാനപ്പള്ളി ഉപ്പ് പടന്ന പ്രദേശവാസികൾ ദേശീയപാത നിർമ്മാണ കമ്പനിയുടെ പ്ലാന്റ് ഉപരോധിച്ചു. സർവീസ് റോഡ് നിർമ്മിക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു ഉപരോധം. ദേശീയപാത നിർമ്മാണത്തിന്റെ ഭാഗമായി 80ഓളം വീട്ടുകാർക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത സാഹചര്യത്തിലാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത്. 160 മീറ്ററോളം സർവീസ് റോഡ് നിർമ്മിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. സർവീസ് റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട പഞ്ചായത്തും MLAയും നൽകിയ ഉറപ്പുകൾ പാലിച്ചില്ലെന്നും പ്രതിഷേധക്കാർ പറഞ്ഞു. തൃശൂർ MP റോഡ് നിർമ്മാണത്തിനായി ഫണ്ട് തരാമെന്ന് പറഞ്ഞെങ്കിലും പഞ്ചായത്ത് തടസ്സം നിൽക്കുകയാണെന്നും നാട്ടുകാർ ആരോപിച്ചു. നിർമ്മാണ കമ്പനി ഉദ്യോഗസ്ഥരും ദേശീയപാത അധികൃതരും സമരക്കാരും തമ്മിൽ നടത്തിയ ചർച്ചയെ തുടർന്ന് മണിക്കൂറുകളോളം നീണ്ട ഉപരോധ സമരം പിൻവലിച്ചു. ദേശീയപാതയിലേക്കുള്ള പ്രവേശനവും സർവീസ് റോഡും അനുമതിയായിട്ടുണ്ടെന്ന് അധികൃതർ നേരിട്ടെത്തി സമരക്കാരെ അറിയിക്കുകയായിരുന്നു. സർവീസ് റോഡിന്റെ നിർമ്മാണം നാളെ മുതൽ ആരംഭിക്കുമെന്നും അറിയിച്ചു. ഒരു 160 മീറ്റർ ഒരു സർവീസ് റോഡ് നിങ്ങൾക്ക് ഇവിടുന്ന് കണക്ട് ചെയ്ത് തരാൻ പറ്റില്ല എന്ന് പറയുന്നത് അത് അത്രത്തോളം ആ ജനങ്ങളെ ദ്രോഹിക്കുന്നതിന് തുല്യല്ലേ? നടുറോഡിൽ കുടുങ്ങിയ പൂച്ചയെ രക്ഷിക്കാൻ ബൈക്ക് നിർത്തി ഇറങ്ങിയ ബൈക്ക് യാത്രികൻ ലോറി ഇടിച്ചു മരിച്ചു. മണ്ണുത്തി കാളത്തോട് സ്വദേശി ചിറ്റിലപ്പള്ളി വീട്ടിൽ 42 വയസ്സുള്ള സിജോ തിമോത്തിയാണ് മരിച്ചത്. കാളത്തോട് മാംഗോ ബേക്കറിക്ക് സമീപം ഇന്നലെ രാത്രിയായിരുന്നു അപകടം. അപകടത്തിന്റെ CCTV ദൃശ്യങ്ങൾ TCVക്ക് ലഭിച്ചു. മണ്ണുത്തി പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. കാട്ടുപന്നിയിടിച്ച് ബൈക്ക് യാത്രക്കാർക്ക് പരിക്കേറ്റു. ആര്യമ്പാടത്ത് വച്ച് ഇന്നലെ രാത്രിയാണ് സംഭവം. മുണ്ടൂർ ആറമ്പിള്ളി കണ്ടുരുത്തി വീട്ടിൽ ഇന്ദ്രസേനൻ, മകൾ അമൃത എന്നിവർക്കാണ് പരിക്കേറ്റത്. തലയ്ക്ക് ഗുരുതര പരിക്കേറ്റ ഇരുവരും തൃശൂർ അശ്വനി ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഇരിങ്ങാലക്കുടയിലേക്ക് ചോളം കയറ്റി വന്ന ലോറി നിയന്ത്രണം വിട്ടുമറിഞ്ഞു. ചാലക്കുടിയിൽ നിന്ന് ഇരിങ്ങാലക്കുട KC ലിമിറ്റഡിലേക്ക് ചോളം കയറ്റി വന്ന ലോറിയാണ് ലോഡിന്റെ ഭാരം താങ്ങാനാവാതെ റോഡരികിലേക്ക് ചെരിഞ്ഞത്. തൊമ്മാന പാടത്താണ് അപകടം നടന്നത്. ലോറിയിലെ ചാക്കുകൾ ചെരിഞ്ഞ് അപകടാവസ്ഥയിലായതിനെ തുടർന്ന് ഡ്രൈവർ വാഹനം നിർത്തി ഇറങ്ങി
ഉടൻ ലോറി മറിയുകയായിരുന്നു. ആഴ്ചകൾക്ക് മുൻപ് സമാനമായ രീതിയിൽ ഇതേ കമ്പനിയിലേക്ക് ചോളം കയറ്റി വന്ന ലോറി ഇരിങ്ങാലക്കുട മെറീന ആശുപത്രിക്ക് സമീപം ചാക്കുകൾ മറിഞ്ഞ് അപകടം സംഭവിച്ചിരുന്നു. കടവല്ലൂർ കല്ലുംപുറം പഴഞ്ഞി റോഡിൽ ഗുഡ്സ് ഓട്ടോയും ബൈക്കും കൂട്ടിയിടിച്ച് 2 പേർക്ക് പരിക്കേറ്റു. ബൈക്ക് യാത്രികനായ ചാലിശ്ശേരി പുലിക്കോട്ടിൽ ബെറ്റ്ലി, ഗുഡ്സ് ഓട്ടോ ഡ്രൈവർ കല്ലുംപുറം സ്വദേശി ചെറുവത്തൂർ ബാബുവിന്റെ ഭാര്യ വിബി എന്നിവർക്കാണ് പരിക്കേറ്റത്. കല്ലുംപുറം പഴഞ്ഞി റോഡിൽ കടവല്ലൂർ സർവീസ് സഹകരണ ബാങ്കിന് സമീപമായിരുന്നു അപകടം. പരിക്കേറ്റവരെ കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഭാഗവതത്തിലെ ഹൃദയസ്പർശിയായ ഗജേന്ദ്രമോക്ഷം കഥയ്ക്ക് ചുമർ ചിത്രത്തിലൂടെ ചിത്രസാക്ഷാത്കാരം. ഗുരുവായൂർ ദേവസ്വം ചുമർ ചിത്ര പഠന കേന്ദ്രം പ്രിൻസിപ്പൽ എം നളിൻ ബാബുവും അദ്ദേഹത്തിന്റെ പ്രധാന ശിഷ്യനായ ജയൻ അക്കിക്കാവും ചേർന്നാണ് 10 അടിയോളം നീളവും 8 അടിയോളം ഉയരവും വരുന്ന ഒറ്റ വലിപ്പത്തിലുള്ള ക്യാൻവാസിൽ അക്രിലിക് വർണ്ണങ്ങളിൽ ചിത്രം വരച്ചത്. 8-ാം നൂറ്റാണ്ടിൽ രചിച്ചതെന്ന് പറയപ്പെടുന്ന ഭാഗവതം കഥയിൽ കരയിലെ ഏറ്റവും വലുപ്പം കൂടിയ ജീവിയായ ആനയും ജലജന്തുക്കളിൽ ശക്തിമാനായ മുതലയും തമ്മിലുള്ള ബലപരീക്ഷണത്തിന്റെ കഥയാണ് ഗജേന്ദ്രമോക്ഷം. ഈ കഥ ചിത്രമായി വരയ്ക്കാൻ 1.5 മാസത്തിലേറെ സമയമെടുത്തു. പ്രധാന ചിത്രത്തിന് ചുറ്റുമായി മുനിശ്രേഷ്ഠന്മാർ, ദേവതാദേവി രൂപങ്ങൾ, യക്ഷകിന്നരന്മാർ, നാരദമുനി, വെണ്ണകൃഷ്ണൻ തുടങ്ങി 40ഓളം രൂപങ്ങളും ചിത്രത്തിന്റെ മുകൾ ഭാഗത്തായി വീരാളിപ്പട്ടും താഴെ വനമാലയും വരച്ചിട്ടുമുണ്ട്. ഒറ്റ ക്യാൻവാസിൽ ഇത്രയും വലുപ്പത്തിൽ കേരളീയ ചുമർ ചിത്ര ശൈലിയിൽ ഗജേന്ദ്രമോക്ഷം ചിത്രം വരയ്ക്കുന്നത് കേരളത്തിൽ ആദ്യമായിട്ടാണെന്ന് ചിത്രകാരൻ എം നളിൻ ബാബു പറഞ്ഞു. കേരളത്തിലെ ഏറ്റവും വലിയ ചുവർ ചിത്രം എന്ന് പറയുന്ന ഗജേന്ദ്രമോക്ഷം ഏകദേശം 49 ചതുരശ്ര അടി മീറ്ററിലാണ് കൃഷ്ണപുരം കൊട്ടാരത്തിൽ വരച്ചിരിക്കുന്നത്. ഇവിടെ നമ്മൾ ഏകദേശം ഒരു 10 അടി നീളത്തിലും 8 അടി ഉയരത്തിലുമാണ് ഈ ചിത്രം വരച്ചിരിക്കുന്നത്. ആ പാരമ്പര്യ സ്വഭാവത്തിൽ തന്നെ ഒറ്റ ക്യാൻവാസിൽ തന്നെ ഈ ചിത്രം ഏകദേശം 1.5 മാസത്തെ സമയം എടുത്തുകൊണ്ടാണ് നമ്മൾ ഈ ചിത്രം വരയ്ക്കാൻ സമയം കണ്ടെത്തിയത്. ത്രികുടപർവ്വതത്തിന്റെ താഴ്വരയിൽ കുറച്ച് ആനകളുമായി വിരാജിച്ചു നടന്ന ഗജേന്ദ്രൻ ഋതുമത് പൂങ്കാവനത്തിലെ താമരപ്പൊയ്കയിൽ പരിവാര സമേതം ജലക്രീഡ നടത്തുന്നത് ജലജീവികൾക്ക് ഭീഷണിയായി. താമരപ്പൊയ്കയിൽ ഉണ്ടായിരുന്ന ഒരു മുതല ഗജേന്ദ്രൻ ആനയുടെ കാലിൽ കടിച്ചു പിടിച്ചു. വേദന പൂണ്ട ഗജേന്ദ്രൻ തുമ്പിക്കൈ ഉയർത്തി താമര പറിച്ച് മഹാവിഷ്ണുവിനോട് രക്ഷിക്കാനായി പ്രാർത്ഥിക്കുകയും മഹാവിഷ്ണു പ്രാർത്ഥന കേട്ട് ഗരുഡവാഹനത്തിലെത്തി ശ്രീചക്രം എറിഞ്ഞ് മുതലയെ വധിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ആനയായ രാജാവിനും മുതലയായ ഗന്ധർവനും ശാപമോക്ഷം ലഭിക്കുന്നു. ഇതാണ് ചിത്രത്തിന്റെ പ്രതിപാദ്യ വിഷയം. 18-ാം നൂറ്റാണ്ടിൽ മാർത്താണ്ഡവർമ്മ മഹാരാജാവ് നിർമ്മിച്ചതായി പറയപ്പെടുന്ന കായംകുളത്തെ കൃഷ്ണപുരം കൊട്ടാരത്തിൽ ഏറെ കാലപ്പഴക്കം വന്നിട്ടുള്ള ഗജേന്ദ്രമോക്ഷം ചിത്രമുണ്ട്. ബാംഗ്ലൂരിൽ ഇൻഡിഗോ ഫ്ലൈറ്റ് കമ്പനിയിൽ സീനിയർ പൈലറ്റായ ആനന്ദ് രാമകൃഷ്ണന്റെ നിർദ്ദേശപ്രകാരമാണ് ചിത്രം വരച്ചിട്ടുള്ളത്. TCV പാവറട്ടി. അയൽവാസിയായ യുവാവിനെ കൊലപ്പെടുത്തിയ കേസിൽ പ്രതികളായ അച്ഛനും മകനും കുറ്റക്കാരെന്ന് കോടതി. ശിക്ഷാവിധി നാളെ പ്രഖ്യാപിക്കും. മണലൂർ സ്വദേശികളായ തിരുത്തിയിൽ വേലുക്കുട്ടി, മകൻ അനിൽകുമാർ എന്നിവരെയാണ് തൃശൂർ 1ാം അഡീഷണൽ ജില്ലാ ജഡ്ജ് TK മിനിമോൾ കുറ്റക്കാരെന്ന് കണ്ടത്. 2014 ഏപ്രിൽ 1-നാണ് കേസിനാസ്പദമായ സംഭവം. പ്രതികളുടെ വീടിന്റെ മുന്നിൽ കൂടെ നടന്നുപോകുകയായിരുന്ന അയൽവാസികളായ റബീഷിനെയും ശോഭിത്തിനെയും തടഞ്ഞു നിർത്തി ആക്രമിക്കുകയായിരുന്നു. റബീഷ് ആശുപത്രിയിൽ വെച്ച് മരണപ്പെടുകയായിരുന്നു. പരിക്കേറ്റ ശോഭിത്തിനെ ആശുപത്രിയിൽ പ്രവേശിക്കുകയും ചെയ്തിരുന്നു. അന്തിക്കാട് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം പൂർത്തിയാക്കി. എന്നാൽ കോടതിയിൽ തെളിവെടുക്കുന്നതിന് മുൻപ് ശോഭിത്ത് ഒരു വാഹന അപകടത്തിൽ മരണപ്പെട്ടത് പ്രോസിക്യൂഷന് പ്രതിസന്ധിയായി. സാക്ഷികളുടെ മൊഴിയും ശാസ്ത്രീയ തെളിവും സാഹചര്യ തെളിവുകളും അടിസ്ഥാനമാക്കി പ്രതികളെ കുറ്റക്കാരെന്ന് കണ്ടെത്തുകയായിരുന്നു. തുടർച്ചയായി 2ാം തവണയും റിപ്പോ നിരക്ക് കുറച്ച് റിസർവ് ബാങ്ക്. ഇത്തവണ 0.25% റിപ്പോ നിരക്ക് കുറച്ചത്. ഇതോടെ റിപ്പോ നിരക്ക് 6%. നിരക്ക് കുറച്ചതോടെ RBI വായ്പാ നിക്ഷേപ പലിശ നിരക്കുകളും ഭവന, വാഹന, വ്യക്തിഗത വായ്പാ പലിശയും കുറയും. ബാങ്ക് നിക്ഷേപ പലിശയും കുറയും. തൃശൂർ ഷൊർണൂർ സംസ്ഥാന പാതയിലെ പാർക്കിംഗ് തർക്കം പരിഹരിക്കുന്നതിനായി ചെറുതുരുത്തി CIയുടെ നേതൃത്വത്തിൽ ചർച്ച നടത്തി. ചെറുതുരുത്തി കൊച്ചിൻ പാലം മുതൽ ഹയർ സെക്കൻഡറി സ്കൂൾ വരെയുള്ള ഭാഗങ്ങളിലെ അനധികൃത വാഹന പാർക്കിങ്ങുകൾക്കെതിരെയും അനധികൃത കച്ചവടങ്ങൾക്കെതിരെയും കർശന നടപടി സ്വീകരിക്കുമെന്ന് CI ആനന്ദകൃഷ്ണൻ അറിയിച്ചു. ചെറുതുരുത്തി പോലീസ് സ്റ്റേഷനിൽ വ്യാപാരികളുടെയും പോലീസിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ നടന്ന ചർച്ചയിലാണ് തീരുമാനം.
പഞ്ചായത്ത് ഷോപ്പിംഗ് കോംപ്ലക്സ് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലേക്ക് വരുന്ന വാഹനങ്ങൾക്ക് സൌജന്യ പാർക്കിംഗ് ഏർപ്പെടുത്തണമെന്ന ആവശ്യം ചർച്ചയിൽ ഉയർന്നുവന്നു. വ്യാപാരി വ്യവസായി ഏകോപന സമിതി നേതാക്കളായ പൊറ്റയിൽ അലി, MM ഹംസ, മുഹമ്മദ് കുട്ടി, ആനന്ദൻ, സ്വാതി തുടങ്ങിയവർ ചർച്ചയിൽ പങ്കെടുത്തു. പാതിവില തട്ടിപ്പ് കേസിൽ അറസ്റ്റിലായ സായിഗ്രാം ട്രസ്റ്റ് ചെയർമാൻ ആനന്ദകുമാറിന്റെ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളി. ജസ്റ്റിസ് PV കുഞ്ഞികൃഷ്ണൻ അധ്യക്ഷനായ സിംഗിൾ ബെഞ്ചാണ് ജാമ്യാപേക്ഷ തള്ളിയത്. പാതിവില തട്ടിപ്പ് കേസിൽ രണ്ടാം പ്രതിയാണ് ആനന്ദകുമാർ. തട്ടിപ്പിൽ ആനന്ദകുമാറിന് നിർണായ പങ്കുണ്ടെന്നാണ് ഒന്നാം പ്രതി അനന്തുകൃഷ്ണന്റെ മൊഴി. CSR ഫണ്ട് വാങ്ങാനായി രൂപീകരിച്ച കോൺഫെഡറേഷൻ ഓഫ് NGO എന്ന സംഘടനയുടെ പ്രസിഡന്റ് എന്ന നിലയിൽ ആനന്ദകുമാറിന് എല്ലാ മാസവും പ്രതിഫലവും ലഭിച്ചിരുന്നുവെന്നാണ് പോലീസ് പറയുന്നത്. തൃശൂർ വാടാനപ്പള്ളി സംസ്ഥാന പാതയിൽ അത്യാസന്ന നിലയിലായ രോഗിയെയും കൊണ്ടുപോയ ആംബുലൻസ് ഗതാഗതക്കുരുക്കിൽപ്പെട്ടത് ആശങ്കയ്ക്കിടയാക്കി. കഴിഞ്ഞ ദിവസം വൈകിട്ട് തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലേക്ക് രോഗിയുമായി പോയ വലപ്പാട് ഫാമിലി ഹെൽത്ത് സെന്ററിലെ ആംബുലൻസാണ് ചുങ്കം സ്റ്റോപ്പിന് സമീപം 10 മിനിറ്റോളം ഗതാഗതക്കുരുക്കിൽപ്പെട്ടത്. സ്വകാര്യ ബസ്സുകൾ പലപ്പോഴും തെറ്റായ ദിശയിലൂടെ വരുന്നതാണ് ഗതാഗതക്കുരുക്കിനിടയാക്കുന്നതെന്നാണ് ആംബുലൻസ് ഡ്രൈവർമാരുടെ പരാതി. ശ്വാസതടസ്സം നേരിട്ട രോഗിയായിരുന്നു ആംബുലൻസിൽ. സാഹസപ്പെട്ട് ആംബുലൻസ് മുന്നോട്ടെടുത്തപ്പോൾ തെറ്റായ ദിശയിലൂടെ കയറുവന്ന സ്വകാര്യ ബസ് മാർഗതടസ്സം ഉണ്ടാക്കിയതാണ് ആംബുലൻസ് ഡ്രൈവർ അന്തിക്കാട് സ്വദേശി നിമൽ പറയുന്നത്. മാസങ്ങൾക്ക് മുൻപ് കാഞ്ഞാണിയിൽ ആംബുലൻസിന് മാർഗതടസ്സം സൃഷ്ടിച്ച 3 സ്വകാര്യ ബസ്സുകൾ പോലീസ് പിടിച്ചെടുത്തിരുന്നു. സംസ്ഥാന സർക്കാർ ഏർപ്പെടുത്തിയ അന്യായമായ കോർട്ട് ഫീ വർധനവിനെതിരെ ഇന്ത്യൻ ലോയേഴ്സ് കോൺഗ്രസ് വടക്കാഞ്ചേരി യൂണിറ്റ് കോടതിക്ക് മുൻപിൽ ധർണ നടത്തി. ഇന്ത്യൻ ലോയേഴ്സ് കോൺഗ്രസ് സംസ്ഥാന കൌൺസിൽ അംഗം അഡ്വക്കേറ്റ് OP സലീം ധർണ ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എൽദോ പൂക്കുന്നേൽ അധ്യക്ഷത വഹിച്ചു. അഡ്വക്കേറ്റ് TS മായാദാസ്, അഡ്വക്കേറ്റ് TP വിൻസൻ, അഡ്വക്കേറ്റ് സൈമൺ കാഞ്ഞിരത്തിങ്കൽ, അഡ്വക്കേറ്റ് TH മുഹമ്മദ് ഷഫീഖ്, അഡ്വക്കേറ്റ് ജിസ്ന ഷാജി തുടങ്ങിയവർ സംസാരിച്ചു. വിഷു വിശേഷങ്ങളുമായി ഇനി കണി കാണും നേരം. ഐശ്വര്യത്തിന്റെയും സന്തോഷത്തിന്റെയും സമ്പൽ സമൃദ്ധിയുടെയും ഓർമ്മകൾ ഉണർത്തി വീണ്ടുമൊരു വിഷുക്കാലം കൂടി വന്നെത്തിയതോടെ വിഷു ആഘോഷത്തിനുള്ള ഒരുക്കത്തിലാണ് മലയാളികൾ. വിഷുദിനത്തിൽ കണിയൊരുക്കുന്നതിൽ ഒഴിച്ചുകൂടാനാകാത്തതാണ് കണിക്കൊന്നപ്പൂക്കൾ. കേരളത്തിലെ കാർഷിക സമൃദ്ധിയുടെ ഉത്സവ ആഘോഷമാണ് ഓരോ വിഷുക്കാലവും. മനുഷ്യനും പ്രകൃതിയും കൃഷിയും കർഷകന്റെ മനസ്സും ഇഴചേർന്ന് കിടക്കുന്ന പൊൻപുലരിയിലേക്കാണ് ഓരോ വിഷുക്കാലവും മിഴി തുറക്കുന്നത്. വിഷുവുമായി ബന്ധപ്പെട്ട് വ്യത്യസ്തമായ നിരവധി ആചാരങ്ങളുണ്ടെങ്കിലും വിഷുക്കണി തന്നെയാണ് ഏറ്റവും പ്രധാനം. വിഷുക്കണി ഒരുക്കുന്നതിൽ മലയാളിക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് കണിക്കൊന്നപ്പൂക്കൾ. മറ്റെന്തുണ്ടായാലും കൊന്നപ്പൂ ഇല്ലാതെ മലയാളികൾക്ക് വിഷുക്കണി പൂർത്തിയാകില്ല. സാധാരണഗതിയിൽ വേനൽക്കാലത്തെ വരവേൽക്കാൻ എന്നവണ്ണം മാർച്ച് ഏപ്രിൽ മാസങ്ങളിലാണ് കൊന്നകൾ പൂക്കുന്നത്. എന്നാൽ കാലാവസ്ഥാ വ്യതിയാനം മൂലം ഇത്തവണ കൊന്നകൾ നേരത്തെ തന്നെ പൂത്തു. നാട്ടുവഴികളിൽ പൂത്തുലഞ്ഞു നിൽക്കുന്ന കണിക്കൊന്നകൾ കൺകുളിർപ്പിക്കുന്ന കാഴ്ചയാണ്. സംസ്ഥാനത്തിൻ്റെ ഔദ്യോഗിക പുഷ്പം എന്ന ബഹുമതിയുള്ള കണിക്കൊന്നപ്പൂക്കൾ ശ്രീകൃഷ്ണ ഭഗവാന്റെ അരഞ്ഞാണമാണെന്നാണ് സങ്കല്പം. അതുകൊണ്ട് തന്നെയാണ് വിഷുക്കണി ഒരുക്കത്തിലെ പ്രധാന ഇനമായി കൊന്നപ്പൂക്കൾ മാറിയതും. പ്ലാസ്റ്റിക് കണിക്കൊന്നപ്പൂക്കളും വിപണിയിൽ സുലഭമാണ്. എങ്കിലും കണിക്കൊന്നപ്പൂവില്ലാതെ വിഷു ആഘോഷത്തെക്കുറിച്ച് മലയാളിക്ക് ചിന്തിക്കാനാവില്ല. അതുകൊണ്ട് തന്നെ വിഷു വിപണിയിലെ പൊന്നും വിലയുള്ള താരമാണ് കണിക്കൊന്നപ്പൂക്കൾ. ഫെസ്റ്റിവൽ ഡെസ്ക് TCV. ഗുരുവായൂർ ക്ഷേത്രത്തിൽ 36 പവൻ തൂക്കം വരുന്ന സ്വർണ്ണ കിരീടം വഴിപാടായി ലഭിച്ചു. തമിഴ്നാട് കല്ലാക്കുറിച്ചി സ്വദേശി കുലോത്തുങ്കൻ എന്ന
ഭക്തനാണ് വഴിപാട് സമർപ്പണം നടത്തിയത്. കൊടിമരത്തിന് സമീപം നടന്ന ചടങ്ങിൽ ദേവസ്വം ചെയർമാൻ ഡോക്ടർ വി.കെ. വിജയൻ കിരീടം ഏറ്റുവാങ്ങി. അഡ്മിനിസ്ട്രേറ്റർ കെ.പി. വിനയൻ, ഡെപ്യൂട്ടി അഡ്മിനിസ്ട്രേറ്റർ പ്രമോദ് കളരിക്കൽ, ക്ഷേത്രം അസിസ്റ്റന്റ് മാനേജർമാരായ കെ. രാമകൃഷ്ണൻ, കെ. സുഭാഷ്, സി.ആർ. ലെജിമോൾ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. ജബൽപൂരിലെ ക്രൈസ്തവർക്കെതിരെ നടന്ന അക്രമത്തിനെതിരെയും കൊടുങ്ങല്ലൂരിലെ കവർച്ച, ഗുണ്ട, ലഹരി മാഫിയകൾക്കെതിരെയും CPM എടവിലങ്ങ് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി. പ്രതിഷേധ പ്രകടനം എടവിലങ്ങ് ചന്തയിൽ സമാപിച്ചു. തുടർന്ന് നടന്ന പൊതുയോഗം CPM തൃശൂർ ജില്ലാ കമ്മിറ്റി അംഗം T. ശശിധരൻ ഉദ്ഘാടനം ചെയ്തു. എടവിലങ്ങ് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി VH റിസ്വാൻ അധ്യക്ഷത വഹിച്ചു. കൊടുങ്ങല്ലൂർ ഏരിയ കമ്മിറ്റി അംഗം CA ഷഫീർ, എടവിലങ്ങ് ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ KK സുരേന്ദ്രൻ, MV ഇന്ദിര, നിഷ അജിതൻ എന്നിവർ സംസാരിച്ചു. ശുശ്രൂഷിക്കുന്നവനല്ലെങ്കിൽ ശൂദ്രൻ എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലെ ആളുകളെ നായർ വിഭാഗത്തിൽപ്പെടുന്ന ആളുകളെയാണ് ശൂദ്രർ എന്ന് പറയുന്നത്. ശൂദ്രമ്മ എന്നൊക്കെ പറയുന്നത് അങ്ങനെയാണ്. തൊഴിലുറപ്പ് തൊഴിലാളികളുടെ തൊഴിൽ നിഷേധത്തിനെതിരെ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി വർക്കേഴ്സ് യൂണിയൻ പഴയന്നൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസ് മാർച്ച് നടത്തി. പഴയന്നൂർ പഞ്ചായത്തിന് മുൻപിൽ നടന്ന ധർണ CPM ജില്ലാ കമ്മിറ്റി അംഗം PA ബാബു മാർച്ച് ഉദ്ഘാടനം ചെയ്തു. NREGW പഴയന്നൂർ മേഖലാ കമ്മിറ്റി പ്രസിഡന്റ് KA സുധീഷ് അധ്യക്ഷനായിരുന്നു. NREG വർക്കേഴ്സ് യൂണിയൻ ഏരിയ പ്രസിഡന്റ് KM അസീസ്, ഏരിയ കമ്മിറ്റി അംഗം അരവിന്ദാക്ഷൻ, CPM പഴയന്നൂർ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ശോഭന രാജൻ തുടങ്ങിയവർ സംസാരിച്ചു. സംസ്ഥാനപാത പുനർനിർമ്മാണവുമായി ബന്ധപ്പെട്ട് തടസ്സപ്പെട്ട ശുദ്ധജല വിതരണം പുനഃസ്ഥാപിക്കാത്തതിൽ വിമർശനവുമായി ഇരിങ്ങാലക്കുട നഗരസഭാ കൌൺസിൽ യോഗത്തിൽ ഭരണ പ്രതിപക്ഷാംഗങ്ങൾ കുടിവെള്ള വിതരണത്തിനായി KSTP ഒരു നടപടിയും സ്വീകരിക്കുന്നില്ലെന്ന് നഗരസഭാ ചെയർപേഴ്സൺ മേരിക്കുട്ടി ജോയ് പറഞ്ഞു. 3 മാസത്തിലേറെയായി വീടുകളിലേക്ക് ശുദ്ധജല വിതരണം തടസ്സപ്പെട്ടതായും ഇതു സംബന്ധിച്ച് നിരന്തരം KSTPയെയും വാട്ടർ അതോറിറ്റിയെയും ബന്ധപ്പെട്ടെങ്കിലും നടപടി ഉണ്ടായില്ലെന്നും കൌൺസിലർമാർ യോഗത്തിൽ പറഞ്ഞു. കഴിഞ്ഞ ദിവസം KSTP പൈപ്പ് ലൈൻ നിർമ്മാണം പൂർത്തീകരിച്ചുവെന്ന് അറിയിച്ചതിന്റെ അടിസ്ഥാനത്തിൽ വാട്ടർ അതോറിറ്റി വെള്ളം തുറന്നുവിട്ടെങ്കിലും പല സ്ഥലങ്ങളിലും പൈപ്പ് പൊട്ടി വെള്ളം പോകുന്ന സ്ഥിതിയാണ്. റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് KSTP ഉദ്യോഗസ്ഥരുടെ അടിയന്തര യോഗം വിളിച്ചു ചേർക്കണമെന്ന് UDF അംഗം MR ഷാജു യോഗത്തിൽ ആവശ്യപ്പെട്ടു. അതേസമയം റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് KSTP നഗരസഭയെ യാതൊന്നും അറിയിക്കാറില്ലെന്നും ശുദ്ധജലക്ഷാമം റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ടുണ്ടായതാണെന്നും നഗരസഭാ ചെയർപേഴ്സൺ മേരിക്കുട്ടി ജോയ് പറഞ്ഞു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ ജില്ലാ സമ്മേളനം സമാപിച്ചു. വടക്കാഞ്ചേരി ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടന്ന പൊതുസമ്മേളനം വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ PN സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. KSPU ജില്ലാ പ്രസിഡന്റ് EV ദശരഥൻ അധ്യക്ഷത വഹിച്ചു. യോഗത്തിൽ ജില്ലാ സെക്രട്ടറി K. ചന്ദ്രമോഹൻ, കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് PG ജയദീപ്, CPI മണ്ഡലം പ്രസിഡന്റ് MU കബീർ, KSSPU സംസ്ഥാന വൈസ് പ്രസിഡന്റ് MP ജോസ് തുടങ്ങിയവർ സംസാരിച്ചു. 2014 പങ്കാളിത്ത പെൻഷൻ വരുന്നത്, കോൺട്രിബ്യൂട്ടറി പെൻഷൻ. കേരള നിയമസഭാ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിന്റെ ഭാഗമായി മണലൂർ നിയോജക മണ്ഡലത്തിൽ പുസ്തകങ്ങൾ വിതരണം ചെയ്തു. മുരളി പെരുന്നെല്ലി MLAയുടെ പ്രത്യേക വികസന നിധിയിൽ നിന്ന് 3 ലക്ഷം രൂപ ചിലവഴിച്ചാണ് നിയോജക മണ്ഡലത്തിലെ വായനാശാലകൾക്കും ഹയർ സെക്കൻഡറി സ്കൂളുകൾക്കും ശ്രീകൃഷ്ണ കോളേജിനും പുസ്തകങ്ങൾ വിതരണം ചെയ്തത്. മുരളി പെരുന്നെല്ലി MLA പുസ്തകങ്ങളുടെ വിതരണോദ്ഘാടനം നിർവഹിച്ചു. മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലതി വേണുഗോപാൽ അധ്യക്ഷത വഹിച്ചു. മുല്ലശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് ദിൽന ധനേഷ്, ഗ്രന്ഥശാല സംഘം ചാവക്കാട് താലൂക്ക് വൈസ് പ്രസിഡന്റ് TN ലെനിൻ, ജില്ലാ കൌൺസിൽ അംഗങ്ങളായ MK സദാനന്ദൻ, അഡ്വക്കേറ്റ് VD പ്രേം പ്രസാദ്, ആഷിഖ് വലിയകത്ത് എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. നോവലുകൾക്കും ഓഡിയോ ബുക്കുകൾക്കും പിന്നാലെ ശബ്ദത്തിനൊപ്പം ദൃശ്യങ്ങളും ഒരുക്കി ഗ്രാഫിക് നോവൽ പുറത്തിറക്കിയിരിക്കുകയാണ് വിദേശ മലയാളിയായ പ്രജീത് രാമകൃഷ്ണനും സംഘവും. ഒരു കോമിക് ബുക്ക് സിനിമ പോലെ കാണാനും കേൾക്കാനും ആസ്വദിക്കാനും കഴിയുന്നതാണ് ഗ്രാഫിക് നോവൽ. ഖത്തറിൽ ഹമ്മദ് ജനറൽ ആശുപത്രിയിൽ ലബോറട്ടറി ഇൻഫർമേഷൻസ് സിസ്റ്റംസ് മാനേജറായ അഷ്ടമിച്ചിറ സ്വദേശി പാലാപ്പറമ്പിൽ പ്രജിത് രാമകൃഷ്ണൻ 18 മാസം കൊണ്ടാണ് അമർ ചിത്രകഥയ്ക്ക് ഗ്രാഫിക് ദൃശ്യാവിഷ്കാരം നൽകിയത്. ഇദ്ദേഹം തന്നെ പകർത്തിയ 5000 ചിത്രങ്ങളിൽ നിന്ന് 500ഓളം ഉപയോഗിച്ചാണ് 31 മിനിറ്റ് ദൈർഘ്യമുള്ള ഗ്രാഫിക് നോവൽ ഒരുക്കിയിട്ടുള്ളത്. ചിത്രവും ശബ്ദവും ഒറിജിനൽ ആണെങ്കിലും പശ്ചാത്തലം സാഹചര്യത്തിനനുസരിച്ച് AI സാങ്കേതിക വിദ്യയിലുള്ളതാണ്. അവനകത്ത് പഠിക്കണ്ട്.
എന്തിനാ ചേട്ടാ കാര്യം? ഞാൻ നിന്റെ സജീവ് മാഷിനെ കണ്ടിരുന്നു. നീ എന്തിനാ സ്റ്റോറിൽ കയറിയേ? സ്റ്റോറിലോ? പറയാനുള്ള നുണയൊന്നും ആലോചിക്കണ്ട, സത്യം പറഞ്ഞാ മതി. മോനെ നീ വല്ലതും എടുത്തോ അവിടുന്ന്? ഞാനൊന്നും എടുത്തില്ലമ്മേ. അടിച്ചതിന്റെ കാരണം പൊളിക്കും ഞാൻ. എന്താ കാണിക്കുന്നേ? പ്രജിത്ത് ക്യാമറയിൽ പകർത്തിയ ചിത്രങ്ങൾ കോർത്തിണക്കിയാണ് ദൃശ്യാവിഷ്കാരം നടത്തിയിട്ടുള്ളത്. കഥാപാത്രങ്ങൾക്കൊപ്പം പശ്ചാത്തല ശബ്ദവും ഒറിജിനലായി റെക്കോർഡ് ചെയ്തു. ദേവദാസി എന്ന് പേരിട്ടിട്ടുള്ള ഈ ഗ്രാഫിക് നോവൽ ഞായറാഴ്ചയാണ് ഖത്തറിൽ വെച്ച് യൂട്യൂബിൽ റിലീസ് ചെയ്തത്. ജോലിക്കിടയിലെ അവധികളിൽ പ്രജിത്ത് ഇതിനകം നിരവധി ഹ്രസ്വചിത്രങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ഈ ഗ്രാഫിക് നോവൽ എന്ന് പറയുമ്പോൾ നമ്മളൊരു പുസ്തകം, അതിനകത്ത് ഒരു നോവലിൽ ഗ്രാഫിക്സ് എങ്ങനെ ഉണ്ടാവും. അതായത് നമ്മുടെ അമർ ചിത്രകഥ, ആ അമർ ചിത്രകഥ നമ്മളോട് സംസാരിക്കുകയാണെങ്കിൽ അതാണ് ഞങ്ങളിവിടെ സൃഷ്ടിക്കാൻ ശ്രമിച്ചിട്ടുള്ളത്. AI വെച്ചുള്ള ബാക്ക്ഗ്രൗണ്ട്സും അതേപോലെ തന്നെ ഒരുപാട് ഫോട്ടോസ്, ക്യാരക്ടേഴ്സിൻ്റെ ഫോട്ടോ, റിയൽ ഫോട്ടോസ് വെച്ചിട്ടാണ്. അപ്പോൾ AI ബാക്ക്ഗ്രൗണ്ടിലേക്ക് നമ്മൾ റിയൽ ഫോട്ടോസ് ഇമ്പോസ് ചെയ്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. അതിന് കാരണം ആനിമേഷൻ എന്നുള്ളതിലേക്ക് പോവാതെ ഒരു ഗ്രാഫിക് നോവൽ എന്ന് പറഞ്ഞ ഒരു കാറ്റഗറിയിൽ തന്നെ നിർത്താൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത്. അമർ ചിത്രകഥയുടെ ഗ്രാഫിക് നോവലിന്റെ സംവിധാനം, തിരക്കഥ, എഡിറ്റിംഗ്, കളറിംഗ്, മിക്സിംഗ് ആൻഡ് മാസ്റ്ററിംഗ്, ഫോളി ആൻഡ് SFX എന്നിവ നിർവഹിച്ചിട്ടുള്ളത് പ്രജിത്ത് തന്നെയാണ്. ഗാനരചന, ആലാപനം, സബ് ടൈറ്റിൽ, കഥ എന്നിവ നിർവഹിച്ചിട്ടുള്ളത് ഖത്തറിലെ ദ വ്യൂ ആശുപത്രിയിലെ ക്വാളിറ്റി ഓഫീസറായ ഭാര്യ ആരതി പ്രജിത്താണ്. സ്റ്റിൽസ്, സബ് ടൈറ്റിൽ എന്നിവ ഖത്തറിൽ പഠിക്കുന്ന മക്കളായ ആദ്യ പ്രജിത്തും അക്ഷിത പ്രജിത്തും നിർവഹിച്ചു. ആരാജിത് ക്രിയേഷൻസിന്റെ ബാനറിലാണ് ഈ വ്യത്യസ്തമായ ഗ്രാഫിക് നോവൽ സിനിമാത്മകമായി ചിത്രീകരിച്ചിട്ടുള്ളത്. ആദ്യമായാണ് ഇത്തരത്തിലൊരു ഗ്രാഫിക് നോവൽ ഒരുക്കിയിട്ടുള്ളതെന്ന് പ്രജിത്ത് രാമകൃഷ്ണൻ പറഞ്ഞു. എന്റെ ദൈവമേ, എന്റെ പൊന്നു മോനെ, ഞാനൊന്ന് വഴക്ക് പറഞ്ഞു നീ ഇങ്ങനെയാണോ ചെയ്യണേ? TCV മാള. സ്വർണ്ണവിലയിൽ വർധനവ്. 65 രൂപ വർദ്ധിച്ച് ഗ്രാമിന് 8,290 രൂപയായി. 520 രൂപ വർദ്ധിച്ച് 66,320 രൂപയാണ് ഒരു പവൻ സ്വർണത്തിന്റെ ഇന്നത്തെ വില. സ്വർണത്തിന്റെയും വെള്ളിയുടെയും പ്ലാറ്റിനത്തിന്റെയും ഇറക്കുമതി തീരുവ കേന്ദ്ര സർക്കാർ കുറച്ചിരുന്നു. ജില്ലയിലെ മികച്ച GRC സെന്ററായി തിരഞ്ഞെടുത്ത മുല്ലശ്ശേരി പഞ്ചായത്ത് കുടുംബശ്രീയിൽ ഗോവയിൽ നിന്നുള്ള ഉദ്യോഗസ്ഥ സംഘം സന്ദർശനം നടത്തി. ഗോവ സംസ്ഥാന റൂറൽ ലൈവ്ലിഹുഡ് മിഷനിൽ നിന്നുള്ള സംസ്ഥാന പ്രോഗ്രാം മാനേജർ നേഹ തൽവാൽക്കർ, ജില്ലാ മാനേജർമാരായ ലെവിന ഫെർണാണ്ടസ്, ഹരീഷ് തന്മൻകർ എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് എത്തിയത്. കുടുംബശ്രീ മോഡൽ GRCയുടെയും വിജിലന്റ് ഗ്രൂപ്പ് തുടങ്ങിയവയുടെയും പ്രവർത്തനങ്ങൾ വിലയിരുത്തുവാനും അടിസ്ഥാന സൗകര്യങ്ങളും മറ്റും കണ്ട് മനസ്സിലാക്കുന്നതിനു വേണ്ടിയാണ് സംഘം എത്തിയത്. സംഘാംഗങ്ങളെ പഞ്ചായത്ത് പ്രസിഡന്റ് ദിൽന ധനേഷ്, വൈസ് പ്രസിഡന്റ് KP ആലി എന്നിവർ ചേർന്ന് സ്വീകരിച്ചു. കുടുംബശ്രീ ചെയർപേഴ്സൺ രജനി സജീവൻ, വൈസ് ചെയർപേഴ്സൺ സജിത ജയശങ്കർ, അക്കൌണ്ടന്റ് ഷെറീന, ജെൻഡർ റിസോഴ്സ് പേഴ്സൺ സുമാ പ്രകാശൻ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. എടതിരുത്തി പഞ്ചായത്ത് മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾക്ക് വാട്ടർ ടാങ്കും മത്സ്യത്തൊഴിലാളികൾക്ക് വലയും അനുബന്ധ ഉപകരണങ്ങളും വിതരണം ചെയ്തു. എടതിരുത്തി പഞ്ചായത്ത് പ്രസിഡന്റ് TK ചന്ദ്രബാബു വിതരണോദ്ഘാടനം നിർവഹിച്ചു. വാർഡംഗം KS അനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. ദുരന്ത നിവാരണ ഉപകരണങ്ങൾ എടതിരുത്തി പഞ്ചായത്ത് പ്രസിഡന്റ് TK ചന്ദ്രബാബു, ചന്ദ്രാപിനി മത്സ്യത്തൊഴിലാളി വികസന ക്ഷേമ സഹകരണ സംഘം പ്രസിഡന്റ് ദിവാകരൻ കൊച്ചിക്കാട്ടിന് കൈമാറി. ഫിഷറീസ് എക്സ്റ്റൻഷൻ ഓഫീസർ അശ്വിൻ രാജ്, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വസന്തി തിലകൻ, പഞ്ചായത്ത് അംഗങ്ങളായ ഷിനി സതീഷ്, PA ഷമീർ, സിനിത വത്സൻ തുടങ്ങിയവർ സംസാരിച്ചു. അഞ്ച് ദിവസങ്ങളിലായി നടന്നുവന്നിരുന്ന വേലൂർ ഗ്രാമകം നാടകോത്സവം സമാപിച്ചു. കേരള കലാമണ്ഡലം വൈസ് ചാൻസലർ ഡോക്ടർ B അനന്തകൃഷ്ണൻ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഗുരുവായൂർ ദേവസ്വം ചെയർമാൻ ഡോക്ടർ VK വിജയൻ അധ്യക്ഷനായി. AC മൊയ്തീൻ MLA മുഖ്യാതിഥിയായി. ഗ്രാമീണ നാടകവേദിക്ക് സമഗ്ര സംഭാവനയ്ക്കുള്ള ഗ്രാമകം പുരസ്കാരം PJ ഉണ്ണികൃഷ്ണന് സമ്മാനിച്ചു. 11,111 രൂപയും ശില്പി ജയൻ പാത്രാമംഗലം രൂപകൽപ്പന ചെയ്ത ശില്പവും പ്രശസ്തി പത്രവുമാണ് പുരസ്കാരമായി നൽകിയത്. ജില്ലാ പഞ്ചായത്ത് അംഗം ജലീൽ ആദൂർ, ബേലൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കർമ്മല ജോൺസൺ, ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സ്വപ്ന റഷീദ്, നാടകോത്സവം ഫിനാൻസ് കമ്മിറ്റി കൺവീനർ AN സോമനാഥൻ, ജനറൽ കൺവീനർ VV സുധീഷ് എന്നിവർ സംസാരിച്ചു. ഭരതനാട്യത്തിൽ കേരള സംഗീത നാടക അക്കാദമിയുടെ അവാർഡ് നേടിയ രജിത രവിയെയും പ്രചരണ നാടകമായ മൂക്കുതിയുടെ അവതരണത്തിന് സുബി ബസു, റാം പാണ്ഡെ, സുരേഷ് തയ്യൂർ എന്നിവരെയും ചടങ്ങിൽ ഉപഹാരം നൽകി അനുമോദിച്ചു.
പി സ്കൂളിൽ നടന്ന ത്രിദിന ക്യാമ്പ് സമാപിച്ചു. സമാപന സമ്മേളനം ഇ ടി ടൈസൺ MLA ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് CA മുഹമ്മദ് അഷ്റഫ് അധ്യക്ഷനായി. പ്രധാനാധ്യാപകൻ VS സൂരജ് ബിൻസി സംസാരിച്ചു. സ്കൂൾ മാനേജർ PM അബ്ദുൽ മജീദ്, വടക്കുംകര GUPS പ്രധാനാധ്യാപകൻ TS സജീവൻ, മതിലകം സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രധാനാധ്യാപകൻ VK മുജീബ് റഹ്മാൻ എന്നിവരെ ആദരിച്ചു. അരിമ്പൂർ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ സൗജന്യ യോഗ ക്ലാസുകൾ ആരംഭിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് സ്മിത അജയകുമാർ ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് CG സജീഷ് അധ്യക്ഷത വഹിച്ചു. രാവിലെ 9 മുതൽ 10 വരെ പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ അർച്ചന ദയാലിന്റെ നേതൃത്വത്തിലാണ് യോഗ പരിശീലനം നടത്തുന്നത്. ഡോക്ടർ ജോസഫ് ഇട്ടീര, ജനപ്രതിനിധികളായ ഹരിദാസ് ബാബു, PA ജോസ്, CP പോൾ തുടങ്ങിയവർ പങ്കെടുത്തു. മുക്കാട്ടുകര ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിനം ആഘോഷിച്ചു. മേളപ്രമാണി ഹരിഗോവിന്ദ മാരാരുടെ പ്രമാണിത്വത്തിലാണ് പഞ്ചാരിമേളത്തിന്റെ അകമ്പടിയോടെയുള്ള എഴുന്നള്ളത്തിന് ഗജവീരൻ മച്ചാട് ശ്രീ അയ്യപ്പൻ തേവരുടെ കോലം വഹിച്ചത്. നിരവധി ഭക്തജനങ്ങൾ പ്രതിഷ്ഠാദിന ചടങ്ങിൽ പങ്കെടുത്തു. എടതിരുത്തി നവകിരൺ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച 2ാമത് അഖിലേന്ത്യാ വോളിബോൾ ടൂർണമെന്റിന് തുടക്കമായി. മുൻ ഇന്ത്യൻ വോളിബോൾ താരം സിറിൽ C വള്ളൂർ ടൂർണമെന്റ് ഉദ്ഘാടനം ചെയ്തു. എടതിരുത്തി പഞ്ചായത്ത് പ്രസിഡന്റ് TK ചന്ദ്രബാബു അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മഞ്ജുള അരുണൻ, മുൻ ഇന്ത്യൻ വോളിബോൾ താരം ഗോപിദാസ്, ക്ലബ് പ്രസിഡന്റ് പ്രശോഭിതൻ മുനപ്പിൽ, പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PR നിഖിൽ, പഞ്ചായത്ത് അംഗം സജീഷ് സത്യൻ തുടങ്ങിയവർ സംസാരിച്ചു. കേരള പോലീസും ഇന്ത്യൻ എയർഫോഴ്സും ഏറ്റുമുട്ടിയ ആദ്യ മത്സരത്തിൽ 1-നെതിരെ 3 സെറ്റുകൾ നേടി ഇന്ത്യൻ എയർഫോഴ്സ് ജേതാക്കളായി. എടതിരുത്തി പഞ്ചായത്തിൽ വയോജനങ്ങൾക്കും ഭിന്നശേഷിക്കാർക്കുമുള്ള സഹായ ഉപകരണങ്ങൾ വിതരണം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് TK ചന്ദ്രബാബു വിതരണോദ്ഘാടനം നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് ശൈലജ രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വാസന്തി തിലകൻ, പഞ്ചായത്ത് അംഗങ്ങളായ സജിത പുതിയ വീട്ടിൽ, സജീഷ് സത്യൻ, PH ബാബു, VV ജയൻ, PA ഷമീർ തുടങ്ങിയവർ പങ്കെടുത്തു. വിഭാഗങ്ങളെ സർക്കാർ ചേർത്ത് നിർത്തിക്കൊണ്ട് സഹായം നൽകുക. മാള സെന്റ് ആന്റണീസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ അവധിക്കാല ഫുട്ബോൾ ക്യാമ്പ് ആരംഭിച്ചു. സ്കൂൾ മാനേജർ ഫാദർ ജോർജ് പാറമേൻ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ബാബു, PTA പ്രസിഡന്റ് വിൽസൺ കാഞ്ഞുത്തറ, ഡേവിസ് പോൾ, ജിയോ കൊടിയൻ തുടങ്ങിയവർ സംസാരിച്ചു. നമ്മുടെ സ്കൂളാണ് ജില്ലയിൽ ഫിഷറീസ് വകുപ്പിന്റെ ജനകീയ മത്സ്യകൃഷി പദ്ധതിയുടെ ഭാഗമായി ചാലക്കുടി നഗരസഭയുടെ 9 പൊതുകുളങ്ങളിലായി വിവിധ ഇനത്തിൽപ്പെട്ട മത്സ്യക്കുഞ്ഞുങ്ങളെ നിക്ഷേപിച്ചു. നഗരസഭാ ചെയർമാൻ ഷിബു വാലപ്പൻ ഉദ്ഘാടനം ചെയ്തു. വാർഡ് കൌൺസിലർ ബിന്ദു ശശികുമാർ അധ്യക്ഷയായി. കാലടിയിലെ കവർച്ചാ സംഘ നേതാവ് കല്ലാടൻ ഗിരീഷിനെ സംരക്ഷിച്ച BJP ജില്ലാ നേതൃത്വത്തിന്റെ പേരിൽ നിയമ നടപടി സ്വീകരിക്കാത്തതിലും ജബൽപൂരിലെ ഹീനമായ ക്രൈസ്തവ വേട്ടയ്ക്കുമെതിരെ SDPI കൊടുങ്ങല്ലൂർ മേഖലാ കമ്മിറ്റി പ്രതിഷേധ സംഗമം നടത്തി. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം AK മനാഫ് ഉദ്ഘാടനം ചെയ്തു. കയ്പമംഗലം മണ്ഡലം പ്രസിഡന്റ് അജ്മൽ എടവിലങ്ങ് അധ്യക്ഷത വഹിച്ചു. കൊടുങ്ങല്ലൂർ മണ്ഡലം സെക്രട്ടറി മൻസൂർ കയ്പമംഗലം, മണ്ഡലം കമ്മിറ്റി സെക്രട്ടറി സുൽഫീഖർ എന്നിവർ സംസാരിച്ചു. പക്ഷെ ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കും. ഞങ്ങളൊരു ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന ലഹരി വിരുദ്ധ പ്രവർത്തനത്തിന്റെ ഭാഗമായി വീടുകൾ കയറി ബോധവൽക്കരണം നടത്തുന്ന 200ഓളം വനിതകൾക്ക് കടവല്ലൂർ പഞ്ചായത്തിൽ ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് നൽകി. CPMന്റെ നേതൃത്വത്തിൽ മെയ് 4-ന് നടക്കുന്ന മനുഷ്യച്ചങ്ങലയുടെ ഭാഗമായാണ് ബോധവൽക്കരണ ക്ലാസ് നടത്തിയത്. ക്ലാസ് CPM ജില്ലാ കമ്മിറ്റി അംഗം M ബാലാജി ഉദ്ഘാടനം ചെയ്തു. ഏരിയ കമ്മിറ്റി അംഗം
എം.എൻ. മുരളീധരൻ അധ്യക്ഷത വഹിച്ചു. CPM കുന്നംകുളം ഏരിയ സെക്രട്ടറി കെ. കൊച്ചനിയൻ, ഏരിയ കമ്മിറ്റി അംഗങ്ങളായ പത്മം വേണുഗോപാൽ, KB ജയൻ, പഞ്ചായത്ത് പ്രസിഡന്റ് PI രാജേന്ദ്രൻ, CDS ചെയർപേഴ്സൺ ശ്രീജ മണികണ്ഠൻ എന്നിവർ സംസാരിച്ചു. പുത്തൻപീടിക KR ചുമ്മാർ സ്മാരക ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയിലേക്ക് ഉപകരണങ്ങൾ വിതരണം ചെയ്തു. അന്തിക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് ജീന നന്ദൻ വിതരണോദ്ഘാടനം നിർവഹിച്ചു. അന്തിക്കാട് സ്വദേശി ചേർത്തേടത്ത് അരവിന്ദാക്ഷനാണ് വാഷിംഗ് മെഷീൻ, കമ്പ്യൂട്ടർ, ടേബിൾ, വീൽ ചെയർ എന്നിവ സംഭാവന ചെയ്തത്. ചീഫ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ CU ഷീജ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് അംഗങ്ങളായ മിനി ആന്റോ, മേനക മധു, TP രഞ്ജിത് കുമാർ, ലീന മനോജ്, ശരണ്യ രജീഷ്, ശാന്ത സോളമൻ, HMC അംഗം ഷാജു മാളിയക്കൽ, സീനിയർ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ CA ബിമൽ തുടങ്ങിയവർ സംസാരിച്ചു. ജില്ലയിലെ തദ്ദേശ സ്ഥാപനങ്ങളുടെ പങ്കാളിത്തത്തോടെ നടത്തുന്ന സമേതം സമഗ്ര വിദ്യാഭ്യാസ പരിപാടിയിൽ ലഹരിക്കെതിരായുള്ള പ്രചരണ പരിപാടി കൂടി ഉൾപ്പെടുത്തും. ജില്ലാ പഞ്ചായത്തിന് കീഴിലുള്ള 58 വിദ്യാലയങ്ങളിൽ താൽക്കാലിക തസ്തികയിൽ കായിക അധ്യാപകരെ നിയമിക്കാനും തീരുമാനമായി. സുരക്ഷാ സമേതം എന്ന പേരിൽ പെൺകുട്ടികൾക്കായി മാർഷൽ ആർട്സ് പരിശീലനവും നടക്കും. യോഗത്തിൽ തൃശൂർ ജില്ലാ പഞ്ചായത്തിന്റെ വിദ്യാഭ്യാസ വർക്കിംഗ് ഗ്രൂപ്പ് ചെയർമാൻ VN സുർജിത്ത് അധ്യക്ഷനായി. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് യോഗം ഉദ്ഘാടനം ചെയ്തു. വിദ്യാഭ്യാസ ഉപഡയറക്ടർ AK അജിതകുമാരി, സമേതം കോർഡിനേറ്റർ TV മദനമോഹനൻ, അസിസ്റ്റന്റ് കോർഡിനേറ്റർ V മനോജ് തുടങ്ങിയവർ പങ്കെടുത്തു. നിരോധിത ലഹരികൾക്കും രാസലഹരിക്കുമെതിരെ ഓൾ ഇന്ത്യ ലോയേഴ്സ് യൂണിയൻ ചാവക്കാട് കോടതി യൂണിറ്റ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കോടതിക്ക് മുന്നിൽ അഭിഭാഷക ചങ്ങല തീർത്തു. ഓൾ ഇന്ത്യ ലോയേഴ്സ് യൂണിയൻ തൃശൂർ ജില്ലാ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KR രജിത് കുമാർ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് KS ബിനോയ് അധ്യക്ഷനായി. അഡ്വക്കേറ്റ് KK സിന്ധു, അഡ്വക്കേറ്റ് ബിജു P ശ്രീനിവാസ്, അഡ്വക്കേറ്റ് C നിഷ, അഡ്വക്കേറ്റ് മഹിമ രാജേഷ് എന്നിവർ സംസാരിച്ചു. വാട്ടർ കിയോസ്കുകളിൽ വെള്ളം എത്തിക്കാത്ത പഞ്ചായത്ത് ഭരണസമിതിക്കെതിരെ പ്രതിഷേധത്തിനൊരുങ്ങി BJP തിരുവല്ലുവാമല പഞ്ചായത്ത് കമ്മിറ്റി. 2016-2017 സാമ്പത്തിക വർഷത്തിലാണ് പട്ടികജാതി ഉന്നതികളിൽ വാട്ടർ കിയോസ്കുകൾ സ്ഥാപിച്ചത്. എന്നാൽ വെള്ളമില്ലാത്ത വാട്ടർ കിയോസ്കുകളിൽ വെള്ളം നിറച്ച് വേനലിൽ വിതരണം ചെയ്യണമെന്ന് BJP പഞ്ചായത്ത് കമ്മിറ്റി ആവശ്യപ്പെട്ടു. നടപടിയുണ്ടായില്ലെങ്കിൽ സമരപരിപാടികളുമായി മുന്നോട്ട് പോകുമെന്ന് BJP തിരുവല്ലുവാമല പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി ഷീല പണിക്കർ പറഞ്ഞു. 16-17 കാലഘട്ടത്തിൽ ഇവിടെ കേരള സർക്കാരിൻ്റെ ഒരു കുടിവെള്ളക്ഷാമ പദ്ധതി വന്നിട്ടുണ്ടായിരുന്നു. അത് തിരുവല്ലാമല പഞ്ചായത്തിലും ടാങ്കുകൾ വെച്ചതല്ലാതെ, വെറുതെ ടാങ്കുകൾ വെച്ചതല്ലാതെ വേറെ ഒരു പ്രയോജനവും ഉണ്ടായിട്ടില്ല. അതിൽ ഇത്രയും വർഷങ്ങളായിട്ടും ഇതേവരെ ആ ടാങ്കുകൾ നിറച്ച് കുടിവെള്ളക്ഷാമം പരിഹരിക്കാനുള്ള ഒരു സംവിധാനം തിരുവല്ലാമല പഞ്ചായത്ത് മുൻകൈയെടുത്ത് ചെയ്തിട്ടില്ല. സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 8,290, പവന് 66,320. വെള്ളി ഗ്രാമിന് 102, പ്ലാറ്റിനം ഗ്രാമിന് 3,192 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. പ്രധാന വാർത്തകൾ വീണ്ടും. ചരിത്രപ്രസിദ്ധമായ ആറാട്ടുപുഴ പൂരം ഇന്ന്. ദേവസംഗമത്തിൽ പങ്കെടുക്കുന്നത് 24 ദേവീദേവന്മാർ. ആറാട്ടുപുഴ പൂരത്തിന് നെടുനായകത്വം വഹിക്കാൻ തൃപ്രയാർ തേവർ ഇന്ന് വൈകിട്ട് പുഴ കടക്കും. കരുവന്നൂർ കള്ളപ്പണ ഇടപാട് കേസിൽ ED ചോദ്യം ചെയ്തത് 1 മണിക്കൂർ മാത്രമെന്ന് K രാധാകൃഷ്ണൻ MP. CPM ജില്ലാ കമ്മിറ്റിക്ക് കേസിൽ യാതൊരു പങ്കുമില്ലെന്ന് EDക്ക് ബോധ്യപ്പെട്ടതായും MP. വാടാനപ്പള്ളി ഉപ്പുപടന്ന പ്രദേശവാസികൾ ദേശീയപാത നിർമ്മാണ കമ്പനിയുടെ പ്ലാന്റ് ഉപരോധിച്ചു. സർവീസ് റോഡ് നിർമ്മിക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു ഉപരോധം. കാളത്തോട് നടു റോഡിൽ കുടുങ്ങിയ പൂച്ചയെ രക്ഷിക്കാനിറങ്ങിയ ബൈക്ക് യാത്രികൻ ലോറിയിടിച്ചു മരിച്ചു. അപകടത്തിന്റെ CCTV ദൃശ്യങ്ങൾ TCVക്ക് ലഭിച്ചു. തൊമ്മനം പാടത്ത് ചോളം കയറ്റി വന്ന ലോറി നിയന്ത്രണം വിട്ടു മറിഞ്ഞു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.